ആഹാ, എന്താ പറയുന്നേട്ടാ, പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ, 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്നാ. ആർക്ക്, അമ്മിണിയമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത്? അല്ല, ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല ഒന്നാം തരം മൃഗഡോക്ടർ അല്ലേ? അതെ, തനിക്കൊക്കെ പറ്റും. ഇത് പശുവിനാടോ, അത് പുല്ലും തിന്നുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ. അപ്പൊ ഒരു പകരം സിഗരറ്റ് ചെന്നേ. ബീഡി വല നിർത്തിട്ട് ഇപ്പൊ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന് നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ എപ്പോഴാ വരികയെന്ന് പറയാനൊക്കത്തില്ല. അല്ല, എണ്ണ പതിപോലെ കുറവുണ്ട്. അല്ല, നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ടാ, എന്താണോ പച്ചോന്തേ നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലി ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ. പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മയ്ക്ക്? കടവയറ്റിലൊരു നീർക്കെട്ടെ. അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താൽ ശരിയാവും പറഞ്ഞു. അമ്മണിയുണ്ട് അവിടെ. അമ്മണി എപ്പോഴാ മൂത്രം ഒഴിക്കണ? എന്താ? അമ്മണി അടുത്തല്ല, പശു എപ്പോഴാ മൂത്രം ഒഴിക്കണ? പശു 9:25 ഒരു സമയം. ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രം അതിന്റെ മൂട്ടി പോയി നിക്കടാ. നിക്ക് ഇതൂടെ പശുവിന് കൊടുത്തേക്ക്. ഇങ്ങനെ ശരി. പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കും അല്ലേ? കൊടുത്തു നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകിടാൻ എന്താണാവോ കൊടുക്കുന്നത്? നീ തൊടിച്ചിപ്പോയി. ഞാൻ പോവന്നാണെന്നേ. എന്താ രണ്ടുപേരും കൂടെ? സാധനങ്ങൾ വേണം. പച്ചരി വന്നിട്ടുണ്ടോ? നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടന് അമ്മണി അടുത്തേക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവരെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തോല് നിനക്ക് പഴം ഇരിക്കും. ഇന്നോട്ടോ നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. അയ്യോ, വന്ന കാര്യം മറന്നു. ആ പെണ്ണ് പോയെന്ന് നോക്കണ്ടേ? അമ്മണിയമ്മേ, അമ്മണിയമ്മേ, അമ്മണിയമ്മേ. അമ്മമ്മ വളപ്പില. അപ്പൊ പോയില്ലല്ലേ? വളപ്പിലെന്താ? പുല്ലരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ, ഗോമൂത്രം. പശുവിനോട് ചോദിച്ചോളൂ. പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു വിശപ്പിങ്ങനെ. 2 പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാൽ കുടിച്ചാലോ? തൊണ്ട വരൾന്ന് വെള്ളം തായ്ക്ക് വിശന്നിട്ട് വയ്യ. വിശന്നിട്ട് പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു. വിശപ്പ് പറഞ്ഞില്ല. വേണ്ട. നിനക്ക് വേണ്ടല്ല? അല്ല, വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താവാനായിട്ട്? തിന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല. എന്ത് പണ്ടാരോണാവാ. എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ? എന്ത്? മീനാക്ഷി. അവള് എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ, നമ്മുടെ അമ്മണിയടുത്തിന്റെ കൂടെ. എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയിൽ സൗകര്യല്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ.
കൊച്ചോന്ത് കുളത്തിന്റെ പക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്ക് ആക്കിയോ? എടീ, ഇരുമ്പട്ടോളെ, നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ? വീട്ടിലേക്ക് വാ. നിന്റെ പുന്നാരെ +2ന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാന്. ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ? വിറ്റാമിൻ കുറഞ്ഞ ഈ കണ്ണൂടി ഞാൻ കണ്ടടി. ദൈവത്തോർത്ത് എന്റെ കുട്ടിയെ പറ്റി വേണ്ടതൊന്നും പറയാതിരിക്കും മനുഷ്യ. ദൈവത്തൂർത്ത് വേണ്ടത് പറയാതിരിക്കേ. മാന്യമായിട്ട് സംസാരിക്കടി. എന്നും നീ എന്നെ കണ്ണുപൊട്ടനാക്കരുത്. എന്താ കുട്ടി? എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലേന്ന മാമ വീട്ടിൽ പറയരുത്. പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ ഞാൻ പൊന്തക്കാട്ടി കണ്ടത് പൊന്തക്കാട്ടി കാരണം നിങ്ങളുടെ അപ്പന്റെ മൊന്നയായിരിക്കും. ഇനി മേലെ എന്റെ കുട്ടിയെ പറ്റി വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ കട്ടിയൊന്നും നോക്കത്തില്ല. കണ്ണു കടുപ്പില്ലാന്ന് നടക്കാൻ പൊന്തക്കാട്ടി കൂടെ നീ എന്താ തന്താര്? എന്താ പവർ? പല്ലുതേപ്പും കുളിയായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട ശങ്കര. വേ സ്ഥലം വിട്ടോ. എന്തു പറ്റി? വായിച്ചു നോക്ക്. ഇവിടെ ശങ്കരന് പ്രവേശനമില്ല. കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലൂന്നാ പറഞ്ഞ കേട്ടത്. ആര്? നാട്ടുകാര്. അതായിരിക്കും ഞങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് നാട്ടിൽ കുളിക്കണേ. ഈശ്വര, ഞാനിനി എവിടെ പോയി കുളിക്കും? കുളിക്കണ്ടടോ. പുഴയിലും വെള്ളം ഇല്ലേ? ഇനി മണല് വാരി കുളിക്കേണ്ടി വരുമോ? നീ ഇതെവിടേക്കാ ഈ വഴിയൊക്കെ? കണ്ടാലറിഞ്ഞൂടെ കുളിക്കാൻ പുഴയിലേക്ക്? എന്താ പുഴയിലൊരു കുളി? നാട്ടും പുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കല്ലേ ഇവിടെ ചില ചെറ്റകള്. കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാല് തല്ലോടിക്കുന്ന ഭീഷണി. എല്ലാ കുളത്തിന്റെ വക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. ശങ്കരന് പ്രവേശനമില്ല, ശങ്കരന് പ്രവേശനമില്ല. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ തെണ്ടികള്. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ? ഇനി കടലിൽ പോയിട്ടാണെങ്കിൽ ശങ്കരൻ കുളിച്ചിരിക്കും. എന്താണ്? എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യമില്ല. അത് പോട്ടെ, ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല ഈ പഹയനെ. നീ ഇന്നലെ അവിടെ പോയി കിടക്കായിരുന്നു. ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നിന്റെ ഒരു സിനിമ. അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മണിയെടുത്ത വീട്ടിലല്ലായിരുന്നോ? എന്ത്? അമ്മണിയെടുത്ത് ഗോവിന്ദേട്ടൻ പിന്നെ നിന്റെ ആ സ്വൽഗാടി പെണ്ണില്ലേ, അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗപക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ. നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാരില്ലേ, അയാൾ ഒരു പുതിയ വാക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്ത് മേന? വാക്മാൻ. ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികെ പാട്ട് കേൾക്കുന്ന ഒരു സാധനം ഇല്ലേ, അത് ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ? അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളം ഒന്ന് കാണേണ്ടതായിരുന്നു. കുറച്ചേരം ഗോവിന്ദേട്ടൻ ചവിട്ടിൽ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് അമ്മനെ എടുത്ത് ചവിട്ടിൽ വെക്കും. അതിനിടക്ക് നിന്റെ പെണ്ണ് തട്ടിപ്പറിച്ച് ചവിട്ടിൽ വെക്കും. ഇതിനിടക്ക് നാട്ടുകാരി ചിലരും പോരെ പൂരം ആകെ ഒരു ബഹളം. അയാൾ ആളൊരു മോശക്കാരനാകാൻ വഴിയില്ല. കല്യാണം കഴിക്കാത്തവനാണെന്നാ കേട്ടത്. ചോരയും നീരും ഉള്ളൊറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മയക്കി എടുത്ത് കൊടുക്കും. അവസാനം അവന്റെ കയ്യിലാവും. അയാൾ അങ്ങനെ ചെയ്യൊന്നുമില്ല. നല്ലവനാന്ന രാഘവേട്ടൻ പറഞ്ഞു. അയാൾ ഏതാ മുതല്? കോമൺ ആയിട്ടുള്ള ചുറ്റിക്കളി അറിയില്ലേ? കള്ളന് കഞ്ഞി വെച്ചവനാ രാഘവൻ. എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചു. ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും.